വയനാട്. ഇന്ന് നമ്മൾ നമ്മുടെ കമ്പനിയുടെ ഫെറോബൈയുടെ വലിയൊരു അച്ചീവ്മെൻറ്റ് മീറ്റ്സ്, അതായത് ആസ്പയർ അച്ചീവ്മെൻറ്റ് മീറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്നലെ ഇവിടെ കോഴിക്കോട് എത്തിയിട്ടുണ്ടായിരുന്നു, നമ്മുടെ അഭിലാഷ് സാറിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് അങ്ങോട്ടേക്ക് യാത്ര പോകുന്നത്. അപ്പോൾ വലിയൊരു സന്തോഷം കൂടി ഉണ്ട്, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഒരു പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്യുന്നത് ഞാനാണ്. എൻ്റെ ഒരു ഡ്രീമും കൂടിയാണ് ഇന്നിപ്പോൾ ഇവിടെ സാധ്യമാവുന്നത്. അപ്പോൾ നമ്മളിപ്പം അഭിലാഷ് സാറിൻ്റെ വണ്ടിയിൽ അഭിലാഷ് സാറുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കോഴിക്കോടത്തെ ഫസ്റ്റ് ഷോപ്പിലെ സ്റ്റാഫായിട്ടുള്ള ചേച്ചിയുണ്ട്, ചേച്ചിയുടെ ഹസ്ബൻഡ് ഉണ്ട്, എൻ്റെ മോളുണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. അപ്പോൾ നമ്മളുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കയറാൻ വേണ്ടി നോക്കുകയാണ്. എല്ലാവരും എത്തിയിട്ടുണ്ട്, ഹാളിലേക്കൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു ടെൻഷൻ നെർവസൊക്കെ ഉണ്ട്, എന്നാൽ നമുക്ക് അടിച്ചു പൊളിക്കാം. ഓക്കെ. അപ്പം ജിതിൻ സാറിവിടെ പരിചയപ്പെടുത്തി, എങ്കിലും ജസ്റ്റ് മൈസെൽഫ് നീതു, വയനാട് നിന്നാണ്. വളരെയധികം സന്തോഷത്തിലാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഇത് നമ്മുടെ കമ്പനിയുടെ ആസ്പയർ എന്ന് പറഞ്ഞ അച്ചീവ്മെൻറ്റ് മീറ്റ്സ് ആണ്. ഇതിനായി കോഴിക്കോട് നിന്നും വയനാട്ടിൽ നിന്നും അതുപോലെ തന്നെ പാലക്കാട്, തൃശ്ശൂർ, കോട്ടയത്തു നിന്ന് വരെയുള്ള നമ്മളുടെ കമ്പനിയുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിട്ടുള്ള ലീഡേഴ്സും അതുപോലെ തന്നെ നമ്മുടെ ബിസിനസ് അവസരം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ഗസ്റ്റ് ഉണ്ടായിരുന്നു. 10:30-യോടെയാണ് നമ്മൾ പ്രോഗ്രാം പറഞ്ഞിരുന്നെങ്കിലും 10 മണിക്ക് തന്നെ നമ്മുടെ ഹാള് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ജനങ്ങളിലേക്ക് എത്തിക്കാൻ കമ്പനിക്ക് സാധിക്കുന്നു എന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഇതിന്റെ ഒരു ലാഭം വിദേശ നൽകുന്നുണ്ട്. ഇനി ലീഗൽ സ്റ്റാറ്റസ് ഓഫ് ഡയറക്ട് സെല്ലിംഗ് ഇന്ത്യ, നമുക്ക് എപ്പോഴും മനസ്സിലൊരു ഡൗട്ട് ഉണ്ടാവും. കമ്പനിയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കമ്പനിയോടൊപ്പം പ്രവർത്തിച്ചു വരുന്ന ഇന്ന് 3ാമത്തെ ഡെസിഗ്നേഷനിൽ നിൽക്കുന്ന STC ലീഡറായിട്ടുള്ള ഗായത്രി മാം ആയിരുന്നു നമ്മൾക്ക് കമ്പനിയുടെ പ്ലാൻ പ്രസൻറ്റേഷൻ നടത്തി തന്നിരുന്നത്. അതിനുശേഷമായിരുന്നു നമ്മളുടെ സർട്ടിഫിക്കറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. ആസ്പയർ എന്നത് കമ്പനി വെച്ചൊരു ഓഫറായിരുന്നു. ആ ഓഫർ അച്ചീവ് ചെയ്തവർക്കായിരുന്നു നമ്മൾ സർട്ടിഫിക്കറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. അതിനുശേഷം കമ്പനിയുടെ ഓരോ ലെവൽ അപ്പ് ചെയ്തവർക്കും അതുപോലെ തന്നെ ഡെസിഗ്നേഷൻ അപ്ഡേറ്റ് ആയവർക്കുള്ള സർട്ടിഫിക്കറ്റ് ഡിസ്ട്രിബ്യൂഷനും അവിടെ നടന്നിരുന്നു. ഒരു ആയുർവേദ നഴ്സായിരുന്നു എനിക്ക്. ഇന്ന് ഇത്രയും വലിയൊരു വേദി കിട്ടാനും നിങ്ങളോടൊക്കെ സംസാരിക്കാനും ഒക്കെ കാരണമായത് ഈ ഒരു കമ്പനി അസോസിയേറ്റ് ചെയ്തു എന്നുള്ളതാണ്. അതിന് കാരണം എനിക്ക് ഈ ഒരു ബിസിനസ് പരിചയപ്പെടുത്തുന്ന എൻ്റെ ഫ്രണ്ടാണ്. അതായത് ഞാൻ ഇന്നൊരു ഗുരുതുല്യനെ പോലെ കാണുന്ന കോഴിക്കോടുകാരനായ ഒരു റിട്ടയർഡ് ആർമി ഓഫീസർ അഭിലാഷ് സാർ. അദ്ദേഹമായിരുന്നു ഈ ഒരു ബിസിനസ് എനിക്ക് പരിചയപ്പെടുത്തി തന്നത്. 22 വർഷം ഞാൻ ആർമിയിൽ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ലൈഫിൽ പല ആളുകളും പല രീതിയിലുള്ള അച്ചീവ്മെന്റ് നേടിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് കണ്ട് എൻ്റെ കൂടെ പഠിച്ച ആളുകളാവട്ടെ, മറ്റുള്ള മേഖലകളാവട്ടെ, എനിക്ക് നല്ലൊരു ജോലി ഉണ്ടായിട്ടും എന്തുകൊണ്ട് എനിക്ക് അതിനുള്ള അച്ചീവ്മെന്റ് നേടാൻ കഴിയുന്നില്ല, ലൈഫിൽ എന്തുകൊണ്ട് എൻ്റെ സ്വപ്നങ്ങൾ നേടാൻ കഴിയുന്നില്ല എന്നുള്ള ഞാൻ എന്നോട് തന്നെ ചോദ്യം ചോദിച്ചപ്പോൾ അവസാനം എനിക്ക് ഉത്തരം കിട്ടിയത് ഇവിടെ വന്ന് നിൽക്കാനാണ്. ഒരു കാര്യം എനിക്ക് ഉറപ്പു തരാൻ കഴിയും, കൂടെ നിന്നാൽ ഞാൻ ഇന്ന് എവിടെയാണോ ഉള്ളത്, ഞാൻ എന്താണോ ഇതിൽ നിന്ന് നേടുന്നത്, അതേപോലെ നിങ്ങൾക്കും നേടിത്തരാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസം എന്നിലുണ്ട്, എൻ്റെ കൂടെയുള്ള ലീഡേഴ്സിലുണ്ട്. അത് നമുക്ക് തരാനുള്ള കപ്പാസിറ്റി ഉള്ള ടീം മാനേജ്മെന്റ് നമ്മുടെ കൂടെയുണ്ട്. ഫസ്റ്റ് ഇയർ ആനിവേഴ്സറി മാത്രം കഴിഞ്ഞിട്ടുള്ള നമ്മുടെ കമ്പനിയിൽ 5 ഡെസിഗ്നേഷൻ വരെയുള്ള ലീഡേഴ്സ് ഉണ്ട്. അവരിൽ ചിലർ അവരുടെ എക്സ്പീരിയൻസും
അല്ലെങ്കിൽ അവർ വന്നിട്ടുള്ള വഴികളും എല്ലാം നമ്മുടെ ലീഡേഴ്സുമായിട്ട് ഷെയർ ചെയ്തു. രഞ്ജിത്ത് സാർ, ജയേഷ് സാർ, ഹാരിഷ് സാർ, രാഹുൽ സാർ, ജിതിൻ സാർ, ഇവരെല്ലാവരും നമ്മുടെ ലീഡേഴ്സിന് വലിയൊരു പ്രചോദനം തന്നെയായിരുന്നു. കൂടാതെ ഇന്ന് ഇത്രയും വലിയൊരു അവസരം നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് നൽകിയ നമ്മുടെ റെസ്പെക്റ്റഡ് മാനേജ്മെൻറ്റ്, ഒരിക്കലും എനിക്ക് അവരൊരു മാനേജ്മെൻ്റ് ആണ് അല്ലെങ്കിൽ നമ്മളുടെ ഓണേഴ്സ് ആണെന്ന് ഫീൽ ചെയ്തിട്ടേ ഇല്ല. കാരണം അവർ നമ്മളെപ്പോലെ തന്നെയായിരുന്നു. നമ്മളെപ്പോലെ തന്നെ സാധാരണമായി വസ്ത്രം ചെയ്ത് നമ്മളോട് ഇടപഴകി നമ്മളുടെ കാര്യങ്ങൾ അന്വേഷിച്ച് നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ഒരു മാനേജ്മെൻ്റ് ആയിരുന്നു ഇവർ. അതിൽ ചെയർമാനായിട്ടുള്ള പ്രജീഷ് സാറ്, MD ബഷീർ സാർ, CEO ആയിട്ടുള്ള പ്രതീഷ് സാർ, ഇവരും നമ്മളുടെ കൂടെ ആ ഒരു പ്രോഗ്രാമിലുണ്ടായിരുന്നു. ഫെറോബായി ഒരു വർഷം പിന്നിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ജീവിതത്തിൽ വരുത്തിയ വ്യക്തികളുണ്ട്. ഒരു വർഷം മുമ്പ് നമ്മളുടെ കമ്പനിയുടെ ലോഞ്ചിങ്ങും ഇതേ ഹാളിൽ വെച്ചായിരുന്നു നടന്നത്. അന്ന് ഈ ഒരു ഹാളിൽ കൊള്ളാനുള്ള ഫാമിലി മാത്രമേ അന്ന് ഫെയറോബയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്നിത് വളർന്ന് വലുതായിരിക്കുന്നു. അതായത് ഇന്നൊരു അച്ചീവ്മെൻറ്റ് മീറ്റ്സ് മാത്രം കണ്ണൂർ, കോഴിക്കോട്, കൊല്ലം, കോട്ടയം, എന്തിനു വേറെ ബാംഗ്ലൂർ വരെ കമ്പനി നടത്തുകയാണ്. അതിനർത്ഥം നമ്മളുടെ ഫാമിലി വളർന്ന് വലുതായിരിക്കുന്നു. ഞങ്ങളെപ്പോലെ ഒരുപാട് സാധാരണക്കാരുടെ സ്വപ്നവും വരുമാനവും എല്ലാം വളരുന്നുണ്ട് കേട്ടോ. ഇതിനോടൊപ്പം നടക്കുന്ന ഒരു ചെറിയ കാര്യം, ചെറുതല്ല ചെറിയ വലിയ കാര്യം കൂടെ സംഭവിക്കുന്നുണ്ട്. അതായത് ഇവിടെ ഇന്ന് കമ്പനിക്ക് ഇപ്പോൾ 5 ശക്തമായ ഓർഗനൈസേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ മാസവും കമ്പനി ബെസ്റ്റ് പെർഫോമർ എന്ന ഓർഗനൈസേഷനെ തിരഞ്ഞെടുക്കുന്നുണ്ട്. അതിൽ ഈ മാസത്തെ ബെസ്റ്റ് പെർഫോമർ നമ്മളുടെ അഭിലാഷ് സാറിൻ്റെയും ഗായത്രി മാമിൻ്റെയും എൻ്റെയും കൂടെ ടീമായ ഡ്രീം ക്യാച്ചേഴ്സ് ആയിരുന്നു. അതിൻ്റെ സന്തോഷം നമ്മൾ ലീഡേഴ്സ് എല്ലാവരും ഡാൻസ് കളിച്ചും പാട്ടുപാടിയും എന്താ പറയുക ട്രോഫി എടുത്ത് തുള്ളി എല്ലാം ആഘോഷിച്ചു. അപ്പം ഈ ഒരു സെലിബ്രേഷനോട് കൂടിയായിരുന്നു നമ്മുടെ പ്രോഗ്രാമിൻ്റെ വൈൻഡപ്പ്. ഞാൻ ഈ ഒരു കമ്പനിയായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് 7 മാസത്തിലധികമായിട്ടുണ്ടെങ്കിലും ഞാൻ ഒരു ചാനൽ ഇപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്. അതിൻ്റെ റീസൺ മറ്റൊന്നുമല്ല, ഈ ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ച് മനസ്സിലാക്കിയതുകൊണ്ട്. നമ്മളെപ്പോലത്തെ സാധാരണക്കാർ ഒരുപാട് പേരുണ്ട്, വലിയ വലിയ തുകകൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ബിസിനസ് തുടങ്ങിയിട്ട് ഒന്നും ആകാതെ പോകുന്നവർ. അവിടെയാണ് ഫെറോബൈ വ്യത്യസ്തമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമുക്ക് വലിയൊരു എമൗണ്ട് ഒന്നും ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാതെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, വീട്ടിലെ സാധനങ്ങൾ മാത്രം വാങ്ങി നിങ്ങൾക്കൊരു ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളിലേക്ക് അറിയിക്കണമെന്ന് എനിക്ക് തോന്നി. ഇനി ബിസിനസ് ഒന്നും ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലെങ്കിൽ പോലും നിങ്ങൾ എന്നും നിത്യോപയോഗമായിട്ട് വാങ്ങുന്ന സാധനങ്ങൾ മാർക്കറ്റ് റേറ്റിനേക്കാളും കുറവ് വിലയിൽ നിങ്ങൾക്ക് ഫെയറോബൈ എന്ന് പറയുന്ന കമ്പനിയിൽ അല്ലെങ്കിൽ നമ്മുടെ സൈറ്റിൽ ലഭ്യമാണ്. അപ്പം ഇത് നിങ്ങളെ അറിയിക്കണം എന്നുള്ള ഒറ്റ ആഗ്രഹമാണ് നമ്മളുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഞങ്ങളിത് ഇരുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഒരിക്കലും ഇത് ആരെയും നിർബന്ധിക്കുന്ന കാര്യമല്ല, ഇത് മുഴുവൻ നിങ്ങളുടെ തന്നെ താല്പര്യമാണ്. അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നമ്മൾക്ക് എന്താക്കാം, മുന്നോട്ട് പോകാം. ഒരിക്കലും ഈ ചാനലിൽ കൂടെ നിങ്ങൾക്ക് മോശമായിട്ടുള്ള ഒരു കാര്യങ്ങൾ ഉണ്ടാവില്ല, നല്ലത് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ്.